കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരെയാണ്. പിന്നെ കാണാൻ പോകുന്ന എപ്പിസോഡിനകത്ത് അതിനെക്കുറിച്ചൊരു ഹിന്റ് നേരത്തെ തന്നിരുന്നു. നമ്മുടെ സത്യഭാമയാണ് ഹൈലൈറ്റ്. എപ്പോഴും പോലെ ദേഷ്യമുള്ള സത്യഭാമയല്ല കേട്ടോ. ഇനി അങ്ങോട്ടേ കാണാതിരിക്കുന്ന സത്യഭാമ നമുക്ക് പോലും ഒട്ടും പരിചയമില്ലാത്തൊരു സത്യഭാമയാവാൻ പോവാണ്. കാരണം അത്രയ്ക്കാണ് ആളുടെ പെരുമാറ്റത്തിലെ മാറ്റം. അപ്പോൾ അതിന് ഡീറ്റെയിൽ റിവ്യൂ നോക്കാൻ അവനെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് കമൻസ് ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. എപ്പിസോഡ് തുടർന്ന് തന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ സുസ്മിതയുടെ ചിറ്റപ്പനാണ് കേട്ടോ. സുസ്മിതയും ചിറ്റപ്പനെ ഒരുമിച്ച് കണ്ടാൽ നമുക്കറിയാം അടുത്തൊരു കുതന്ത്രത്തിൻ്റെ പ്ലാനാന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ. പക്ഷേ എന്നും അടി കിട്ടുന്നതല്ലാതെ ഒരു കാലത്തും രക്ഷപ്പെട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. അപ്പോൾ രണ്ടുപേരുടെ ഇപ്പോഴത്തെ പ്ലാൻ മറ്റൊന്നുമല്ല, ശാലിയുടെ മുന്നിൽ വെച്ച് തൻ്റെ ചെകിടത്തടിച്ച് സത്യഭാമയ്ക്കും അതുപോലെ ഇന്ന് ശാലിയുടെ മുഖത്തേക്ക് സന്തോഷമുണ്ടല്ലോ അതിനി ഇല്ലാതാക്കണമെങ്കിൽ ശാലിക്ക് സത്യഭാമയ്ക്ക് ഒരുപോലെ നോക്കുന്നൊരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ ചിറ്റപ്പ. ആ ചിറ്റപ്പൻ്റെ അടുത്ത് പറയുന്നതിൽ ആകപ്പാട് സുസ്മിത തന്നെയാണ് ഐഡിയ പറയുന്നത്. ഐഡിയ മറ്റൊന്നുമല്ല, ശാലിക്ക് ശരിക്കും നോവണം. ശാലിക്ക് നോവണമെങ്കിൽ ശാലി ഏറ്റവും പ്രിയപ്പെട്ടതായി ചിന്തിക്കുന്ന രണ്ട് കാര്യം ശാലിയുടെ മക്കൾ തന്നെ. അവൾ സ്വന്തമായിട്ട് പ്രസവിച്ച അവളുടെ മക്കൾ, ആ മക്കളുടെ ചിരിയും കളിയൊന്നുമല്ല അവളുടെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. അത് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നത് തന്നെ. അതിനു വേണ്ടി ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കണം. അത് മറ്റൊരു രീതിയിലാവല്ല, അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ പരുന്ത് എങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകുന്നു അതുപോലെ തള്ളക്കോഴി നോക്കി നിൽക്കും. പരുന്ത് റാഞ്ചുന്ന പോലെ റാഞ്ചിക്കൊണ്ട് തന്നെ പോണം ചിറ്റപ്പ. അവരെ തേടി അലയുമ്പം സത്യഭാമയും ഒരുപോലെ അലയും. അങ്ങനെ രണ്ട് പേരും തമ്മി ആദ്യം ടെൻഷൻ ഇരിക്കുന്ന കണ്ട് എനിക്കൊന്ന് ആസ്വദിക്കണം ചിറ്റപ്പ. പിന്നെ ഞാൻ തീരുമാനിക്കും ഇവളെ സത്യങ്ങൾ തിരിച്ച് പറഞ്ഞിട്ട് വേണം ആ കുട്ടികളെ പുറത്തേക്ക് വിടാന്നുള്ള കാര്യം. ഇവളെ എന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തില്ലേ, ഇവളുടെ കള്ളത്തരം ഞാൻ ഇതോടെ പൊളിച്ചു കൊടുക്കും ചിറ്റപ്പ എന്നൊക്കെ പറയുമ്പം ചിറ്റപ്പൻ എന്താണ് സുസ്മിത പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ, അതേ കാര്യത്തിന് തന്നെ കൂട്ടു നിൽക്കുവാണ്. കാണിക്കുന്ന നമ്മുടെ സത്യമോളും പപ്പിമോളും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചല്ലോ. അതിനകത്താണല്ലോ പപ്പിമോൾ തീരുമാനിച്ചത്. സത്യമോൾ പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ ബർത്ത്ഡേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും ഭക്ഷണം കഴിക്കത്തില്ല എന്ന് മാത്രമല്ല ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് ആരോടും മിണ്ടത്തില്ല എന്ന കർക്കശ നിലപാടിനകത്താവാം. ആ നിലപാടിലേക്ക് സത്യമോൾ പോകാതിരിക്കാനായി സത്യങ്ങളെല്ലാം ബർത്ത്ഡേ ദിവസം സത്യമോളോട് പറയാനും, അതായത് വിഷ്ണു തന്നെയാണ് സത്യമോളുടെ അച്ഛനെന്ന് പപ്പിമോൾ സത്യയോട് പറയാനായി തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ തീരുമാനത്തിനിടയ്ക്കകത്ത് തന്നെ ഇവർ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റിനെ സ്വീകരിച്ചിട്ടുണ്ട്. അത് വിഷ്ണുവിന് സർപ്രൈസ് കൊടുക്കാൻ. അതായത് സത്യയ്ക്ക് അറിയത്തില്ല വിഷ്ണുവാണ് അച്ഛൻ. തൻ്റെ അച്ഛൻ വരുമ്പോൾ അച്ഛനെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു മ്യൂസിക്കൽ സർപ്രൈസ് തന്നെയാണ് കേട്ടോ. അതൊക്കെ പ്ലാൻ ചെയ്ത് സത്യമോൾ കാത്തിരിക്കുക. അപ്പം പിന്നെ കാണിക്കുന്ന ശാലിനിയും അതുപോലെ സത്യഭാമയും എല്ലാവരും പരസ്പരം അവരാരും അറിയുന്നില്ല രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാണ് വരുന്നത്. ആ രണ്ടുപേരും ഈ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷത്തിനായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ വന്നിരിക്കുന്നത് ശാലിനിയാണ്. അപ്പോൾ ശാലിനി എന്നാൽ ടെക്സ്റ്റൈലിൽ കയറി. ടെക്സ്റ്റൈലിനകത്ത് എന്താണ് നമ്മുടെ സത്യമോളും കൊണ്ട് കയറി സത്യമോക്കുള്ള ബർത്ത്ഡേക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ പലതും സെലക്ഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കറക്റ്റ് നമ്മുടെ സത്യഭാമയുണ്ട്, കൂടെ വിഷ്ണു ഉണ്ട്, നമ്മുടെ പപ്പിമോളും അതുപോലെ ശ്യാമയുണ്ട് കേട്ടോ. രോഹിത്തിന് പിന്നെ വരാൻ സമയമില്ല, കാരണം രോഹിത് ഇപ്പം ഉപേന്ദ്രനായിട്ടുള്ള പല കച്ചവടത്തിനകത്താണ്. ഇനി ഉപേന്ദ്രൻ എന്ന കഥാപാത്രമാണ് സത്യഭാമയെ വട്ടം കറപ്പിക്കാൻ പോകുന്നത്. ഈ സത്യഭാമയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആദ്യം ഒരു ബിസിനസ് കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. സർക്കാരുമായി ഒത്തൊരു ജോലി ചെയ്യുന്ന കരാർ. സർക്കാരുമായിട്ട് ചെറിയ ചില്ലറ കച്ചവടമൊന്നുമല്ല കേട്ടോ, വൻ കച്ചവടം തന്നെ. കാട്ടിൽ നിന്നുള്ള ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള തടിയെടുക്കാനായി സർക്കാരിലേക്ക് നല്ലൊരു ടൈപ്പാണ് സത്യഭാമ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം സത്യഭാമയുടെയും രോഹിത്തിൻ്റെയും തലയിൽ മാത്രം. ആകെപ്പാടെ ഒരു സൈലൻറ്റ് പാർട്ട്ണറായി നിൽക്കാൻ പോകുന്ന ഉപേന്ദ്രനും ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മറ്റാരല്ല, ദാസ് എന്ന് മാത്രം വിളിച്ചാൽ മതി എന്ന് എളിമയോടുകൂടി സത്യഭാമയുടെ മുന്നിൽ നിൽക്കുന്ന വളരെ നന്ദിയുള്ളവനായ മന്ത്രിയും കൂടെയാണ് കേട്ടോ. ആ മന്ത്രിയും ഉപേന്ദ്രനും സത്യഭാമയ്ക്കും ഇനി അങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അടുത്തൊരു വീഡിയോയിൽ പറയാം. അതിൽ നിന്നാണ് ടേണിംഗ് പോയിൻ്റ് തന്നെ എന്ന് പറയാം. അപ്പം ഇവിടെ എന്താണ് സത്യഭാമയും അതുപോലെ എന്താണ് വിഷ്ണുവും എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പം ഡ്രസ്സ് എടുക്കാൻ വന്നവർ പരസ്പരം എന്താണ് അന്നേരമാണ് ശാലിനിയുടെ മോള്, അതായത് സത്യമോള് കാണുന്നത് പപ്പിയെ കാണുന്നത്. അപ്പോഴത്തേക്ക് പപ്പി നീ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ പപ്പി മോള് ആ സത്യം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എന്താണ് നീ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ രണ്ടുപേരും ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതെന്നൊക്കെ പറയുമ്പം ശാലിനി സത്യഭാമ ഭയങ്കര എന്താണ് താല്പര്യത്തോടെ നോക്കുവാണ് കേട്ടോ. അത് ആദ്യമായിട്ട് മരുമകളെ ഇത്ര സ്നേഹത്തിൽ സത്യഭാമ നോക്കി നമ്മൾ കണ്ടിട്ട് പോലില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെയാണ് എടുക്കാൻ വന്ന ടെക്സ്റ്റൈൽസിൽ വന്നവർക്കും ഒക്കെ ഈ ജ്യൂസൊക്കെ കൊടുക്കത്തില്ലേ, ആ ഒരു പരിപാടിയും കൊണ്ട് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി വന്ന വ്യക്തി ആദ്യം സത്യഭാമയുടെ കയ്യിലേക്കാണ് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ സത്യഭാമ ഒരു കാര്യം പറയുന്നത്, എനിക്കല്ല ആദ്യം വന്നവർക്ക് ആദ്യം കൊടുക്കണമെന്ന് ഷാനി നോക്കി പറയുമ്പോൾ ഷാനി ചിന്തിക്കുക
എന്നാ സത്യാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ജ്യൂസ് കൊടുക്കാൻ വന്ന ചെറുക്കൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊടുത്തോളാം, ആദ്യം സത്യാമ്മ എടുത്താടെന്ന് പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദാ ആ ഇരിക്കുന്ന നമ്മുടെ ജില്ലയുടെ കളക്ടറാണ്. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? അല്ല, തൻ്റെ ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളും മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനസേവനത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പോലും മറന്ന് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അത്രയും നല്ല രീതിയിലുള്ള നമ്മുടെ ജില്ലാ കളക്ടർക്ക് ആദ്യം അവരെയാണ് നമ്മൾ എന്താണ് അന്തസ്സ് കൊടുത്ത് അവരെ വേണം സൽക്കരിക്കാൻ. അവരുടെ സൽക്കാരത്തിന് ശേഷം മാത്രം മതി എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഷാലിനി അങ്ങ് അന്തം വിട്ട് നിൽക്കുക. സത്യാമ്മ എന്താ ഇന്നത്തെ ദിവസം എന്നെ നോക്കി ഇത്രയൊക്കെ എന്താ പുകഴ്ത്തുന്നത്? ഷാലിനിക്ക് ഒന്നും മനസ്സിലാതെ ഇത് കേട്ട് നമ്മുടെ ശ്യാമയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. സത്യാമ്മ മാറിപ്പോയി, ഇത്രയ്ക്ക് സത്യാമ്മയ്ക്ക് എന്താണ് കുഞ്ഞിച്ചി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒരറ്റം ക്ഷാമ കുന്ന. അമ്മ എന്താണാവോ ഇനിയിപ്പോൾ അമ്മയുടെ പുതിയ നമ്പറാണോ ഇതൊക്കെ? വിഷ്ണുവിന് ഒരു ഭാഗത്ത് സംശയമുണ്ട്, എന്നാൽ ഇത് വിശ്വസിക്കാൻ പറ്റായ്മയില്ല. കാരണം അമ്മ അത്ര ജെന്യൂനായിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും ഷാനിയുടെ അങ്ങോട്ടേക്ക് ഗ്ലാസ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഷാനി ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കുന്നു. അതിനുശേഷം സത്യഭാമ ആ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടേക്കാണ് നിൽക്കുക. അടുത്തടുത്തല്ല നിൽക്കുന്നത്, ഒരു ഇച്ചിരി ഒരു ഗ്യാപ്പുണ്ട്. പരസ്പരം എന്താ മുഖത്തോട് മുഖം നോക്കാൻ പറ്റുന്ന ഗ്യാപ്പിൽ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. സത്യഭാമ എന്താണ് ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മാറി മാറി മറിച്ച് പപ്പിമോക്ക് വേണ്ടി നോക്കുക. അപ്പം പപ്പിമോക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഓ എനിക്ക് വയസ്സൊക്കെ ആയില്ലേ മോളെ, എനിക്ക് ഈ ഫാഷനും സെൻസ് ഒന്നും അറിയില്ല. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും നല്ല കാര്യമൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോട് നിനക്കും കൂടെ ഉള്ള ഡ്രസ്സ് എടുക്കാൻ പറയുന്ന പറയുമ്പം ഷാനിനേട്ടി പോവാം. അപ്പോൾ ഷാനിയൊക്കെ ഞാനോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഷാനിയെ മുഖത്തേക്ക് നോക്കി തന്നെ പറയാം, ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൻ്റെ അമ്മയടുത്ത് ഡ്രസ്സ് എടുക്കാൻ പറ, നിൻ്റെ മോക്ക് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ അവർക്കും കൂടെ ഡ്രസ്സ് എടുക്ക് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഷാനി തന്നെ രണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ഷാനിക്ക് ഒരു ഇച്ചിരി വിറയലുണ്ട്. കാരണം സത്യാമ്മയ്ക്ക് ഞാൻ സെലക്ട് ചെയ്താൽ ഇഷ്ടപ്പെടൂ എന്നൊക്കെ പേരിൽ ഷാനി ഇങ്ങനെ ഓരോ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അമ്മയുടെ ആ നോട്ടവും ചിരിയൊക്കെ ഷാനി ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഷാനി ഇങ്ങനെ ഓരോ ഡ്രസ്സ് നോക്കുന്നതിൻ്റെയൊക്കെ വെച്ച് നമ്മുടെ രണ്ട് കുട്ടികളും ഷാനിയുടെ അടുത്ത് നിന്ന് മാറി അവിടെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് ഡിസ്പ്ലേ ഇട്ട് വെച്ചിരുന്ന ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുക. ആ സമയത്ത് അവിടെ മറ്റൊരാളുണ്ട്. അത് ആരാന്നറിയോ? നമ്മുടെ സുസ്മിതയാണേ. സുസ്മിതയും അതുപോലെ സുസ്മിതയുടെ കൂടെ രണ്ട് ഗുണ്ടകളുണ്ട്. ആ രണ്ട് ഗുണ്ടകളെയും വെച്ച് സുസ്മിത കാണിച്ചു കൊടുക്കുക, ദാ ആ കൊച്ചിനെയും പിന്നെ ഈ കൊച്ചിനെയും എന്ന് പറഞ്ഞ് രണ്ട് കുട്ടികളെയും ചൂണ്ടിക്കാണിച്ച് ഈ രണ്ട് പിള്ളേരെയാണ് നിങ്ങൾ റാഞ്ചേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കേട്ട് അവന്മാരെന്താണ് ഓക്കെ മാഡം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പക്കായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നല്ലപോലെ അവന്മാരെ നോക്കി വെക്കുക. ഈ സമയത്ത് സത്യഭാമ ഷാലിയുടെ മുഖത്തേക്ക് നോക്കിയോ. സുസ്മിത അവിടെ ഉള്ളത് ആരും കണ്ടിട്ടില്ല. അപ്പോൾ സത്യഭാമ മനസ്സിൽ ചിന്തിക്കുക, എനിക്ക് എങ്ങനെയെങ്കിലും നീയും വിഷ്ണു ഒന്നിച്ച് ജീവിക്കണം എന്നാണ് മോളെ ഉള്ളതെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം ഒന്നായി കാണാനാണ് എൻ്റെ ആഗ്രഹം സത്യഭാമ മനസ്സിൽ പറയുന്നു. സുസ്മിത പറയുന്ന ഒരു കാര്യം, എൻ്റെ ആഗ്രഹം നിങ്ങളുടെ സർവ്വനാശമെന്ന് സുസ്മിത മനസ്സിൽ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സുസ്മിത പറയുന്നത് ഞാൻ കാറിൽ പോയി വെയിറ്റ് ചെയ്യാം, രണ്ടെണ്ണത്തിനെ പൊക്കിക്കൊണ്ട് ഉടൻ തന്നെ വന്നേക്കണം. സുസ്മിത കാറിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഫോൾട്ട് സമയമില്ല. ആ നിൽക്കുന്നത് ജില്ലാ കളക്ടറിൻ്റെ മോളെയാണ് ഞാൻ എന്താണ് തൂക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ പിന്നെ നീയൊക്കെ ഒരു കാലത്തും അഴി എണ്ണി കിടക്കുന്നത് പുറത്തിറങ്ങത്തില്ല എന്നൊക്കെ സുസ്മിത അവന്മാർക്ക് വാർണിംഗ് കൊടുത്തിട്ടാണ് കറക്റ്റ് പുറത്ത് പോയി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവന്മാർ ഈ കുട്ടികളുടെ പിറകെ തന്നെ ആ കുട്ടികൾ ഈ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുമ്പം അവരുടെ ഭാഗത്തേക്ക് തന്നെ ഉണ്ട്. ആ കറക്റ്റ് സമയത്തേക്ക് ഷാനിയും ഡ്രസ്സ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് പപ്പി സത്യ വരാൻ വന്ന് വിളിക്കുമ്പോഴത്തേക്കും ആ രണ്ട് കുട്ടികൾ അങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ആ ചാൻസ് അങ്ങ് മിസ്സായി പോകും. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് ഡ്രസ്സ് വെച്ച് നോക്കുമ്പം സത്യാമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ഷാനി അങ്ങോട്ട് നോക്കുമ്പോൾ സത്യം പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയത്തില്ല എന്ന കാര്യം. നല്ലപോലെ സെലക്ട് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുടെ സെലക്ഷൻസും അവരുടെ ചോയ്സും എല്ലാം എപ്പോഴും നല്ലതായിരിക്കും. എല്ലാം നല്ലപോലെ ചിന്തിച്ചും കാര്യങ്ങൾ എടുക്കാൻ അറിയാവുന്ന വ്യക്തികളുടെ താല്പര്യത്തെക്കുറിച്ചും ഞാനെന്ത് കുറ്റം പറയാനാ, അടിപൊളി എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ എല്ലാവരും എന്താണ് അത്ഭുതപ്പെട്ടു പോകും. കാരണം സത്യാമ്മയാണോ ഇങ്ങനെയൊക്കെ ഷാലിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത്? ഷാലിനിക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ സമയത്തേക്ക് സത്യഭാമ പെട്ടെന്ന് ഷാലിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാതെ എന്നാൽ ഷാലിനി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ എടുത്ത് ചെവി വെച്ച് എന്താണ് സംസാരിക്കുന്ന പോലെ സംസാരിച്ചാണ്. അപ്പോൾ ഈ കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഈ ഡ്രസ്സ് എന്താണ് മാറ്റി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നേരെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോകണം. അവൻ ട്രയൽ ചെയ്ത് നോക്കാൻ പോകും. ഈ സമയത്ത് ഈ രണ്ട് ഗുണ്ടകളും കുട്ടികളുടെ പിറകെ തന്നെ പോകാൻ കേട്ടോ. അവൻ കുട്ടികളുടെ പിറകെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അന്നേരമാണ് കടയുടെ ഷോപ്പ് ഓണർ വരുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരാ, നിങ്ങൾ എന്തോ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും അല്ല ഗോഡൗണിൽ നിന്നുള്ള പാക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു. അത് ഇവിടെ അല്ലല്ലോ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് അയാൾ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് അതായത് ഗുണ്ടകൾ എന്താണ് അങ്ങോട്ട് പോകുക. കറക്റ്റ് എന്നാലും ആ ഗുണ്ടകൾ വീണ്ടും പിള്ളേരെ പിറകെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ കുട്ടികൾ എന്താണ് ട്രയൽ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു. ഈ സമയത്ത് ഇവിടെ സത്യഭാമയാണെങ്കിൽ എന്താണ് ഹലോ നീയാണോ, പറ എന്തൊക്കെയാണ് വിശേഷം? ഒരു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എൻ്റെ മരുമകൾ, എൻ്റെ മൂത്ത മരുമകളെക്കുറിച്ചല്ലേ? അവളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. അവൾ എൻ്റെ വീടിൻ്റെ മഹാലക്ഷ്മിയാണ്, എൻ്റെ വീടിൻ്റെ ഐശ്വര്യമാണ്. എന്താ ഇപ്പം അവൾ കുറച്ച് ദിവസം കൊണ്ട് മാറി നിൽക്കുന്നു. അവളുടെ തിരക്കൊക്കെയാണ് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും വിഷ്ണുവിൻ്റെ ലൈഫല്ലേ, വിഷ്ണു അവൾ ഒന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് തട്ടി വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് ഷാനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഷാനിയോട് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എനിക്ക് ഈ പ്രായത്തിൽ എന്തോ വേണ്ട, ഞാൻ ഇത്രയും വയസ്സായില്ലേ, എനിക്ക് ഈ
സമയത്തിലേക്ക് നാമം ജപിച്ചുകൊണ്ടിരിക്കേണ്ട പ്രായമായി. ഇനിയും ഞാൻ എൻ്റെ അധികാരം ദുർവാശയൊക്കെ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യമുണ്ടോ? വിട്ടുവീഴ്ചകളില്ലാതെ ആർക്കെങ്കിലും ഇതാക്കാൻ പറ്റുമോ? പിന്നെ ഏകപക്ഷം മാത്രം കേട്ട് ആരും തീരുമാനം എടുക്കാനും പാടില്ല. എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാതെ എന്നെക്കുറിച്ച് ഒരു നിഗമനത്തിൽ എത്തിയിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണ് പല തെറ്റിദ്ധാരണകളും വരുന്നത്. തെറ്റിദ്ധാരണകളൊക്കെ സംസാരിച്ച് തിരുത്തിയാൽ മാത്രമേ ജീവിതമെന്ന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ. ഈ പ്രായത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് അതെല്ലാം അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് എൻ്റെ വീടിന് സർവ്വ അധികാരം അവളെ ഏൽപ്പിച്ച് സ്വസ്ഥമാകുക എന്നതാണ് എൻ്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഷാനിയും അതുപോലെ ശ്യാമയൊക്കെ ഭയങ്കര എന്താണെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ശ്യാമയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം സത്യാമ്മ കൂടിയൊക്കെ എൻ്റെ കുഞ്ഞേച്ചിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, സത്യാമ്മ ശരിക്കും മാറിയല്ലേ എന്നൊക്കെ നമ്മുടെ ശ്യാമ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. അപ്പോൾ ഷാനിയോട് കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഫോണിൽ കൂടെ, ഇനിയെങ്കിലും ഒന്ന് വന്നൂടെ, എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി ഇനിയെങ്കിലും വന്നൂടെ, എന്നെ മനസ്സിലാക്കാനുള്ള സമയമായില്ലേ. ഞാൻ എന്താ കടന്ന് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ കണ്ണീർ തോന്നുന്ന എല്ലാം പറയും. പക്ഷേ എന്ന് പറഞ്ഞ് ഇത്ര കർക്കശക്കാരിയൊന്നും അല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലായിക്കൂടെ, എന്നെ ഇത്രയും നാളുകൊണ്ട് കാണുന്ന എൻ്റെ ആദ്യ മരുമകളല്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഷാനി കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫോണും കട്ട് ചെയ്ത് ഷാനിയോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി സത്യാവാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഷാനിക്ക് മറ്റൊരു ഫോൺ വന്ന് ഷാനി ആ ഫോണ് പറ അനു എന്ന് പറഞ്ഞിട്ട് ആ തിരക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ഷാനി ഇങ്ങനെ തന്നെ ഏകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സത്യഭാമ. അതേ കറക്റ്റ് സമയത്ത് നമ്മുടെ കുട്ടികൾ ട്രയൽ റൂമിലേക്ക് ഈ ഡ്രസ്സ് മാറാൻ പോയതും നമ്മുടെ കുട്ടികളെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോഴത്തേക്കും ഒരു കാർട്ടൺ ബോക്സ് ആ കടയിലുള്ള അവിടുന്ന് തന്നെ മേടിച്ച് ആ കാർട്ടൺ ബോക്സിലേക്ക് ഇവരെ മുഖത്തേക്കൊക്കെ എന്തോ സ്നിഫ് ചെയ്യാനുള്ള സാധനമൊക്കെ കൊടുത്ത് ഈ കുട്ടികളെ കറക്റ്റായിട്ട് തിരിച്ച് കൊണ്ടുവന്ന് സുസ്മിതയുടെ കാറിൻ ഡിക്കിയുടെ അങ്ങോട്ടേക്ക് വെക്കുന്നതാണ് കാണുന്നത്. അപ്പം ആദ്യം കള്ള കുട്ടികളെ കൊണ്ടുപോയത്. അപ്പം കറക്റ്റ് ഇവന്മാർ ആ ഒരു കാർട്ടൺ ബോക്സും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതും ഷാനി കുട്ടികളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതും കുട്ടികൾ എന്തെങ്കിലും നോക്കാൻ വരുന്നതും കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് എന്നെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണുന്നത്. കുടുംബശ്രീയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കാണുമോ? ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻറ്റ്സും ഷെയർ ആരും മറക്കണ്ട കേട്ടോ. ബൈ.